ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. നഗരസഭ 12ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നഗരസഭ 12ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പുസ്തക വിതരണവും കലാകായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടിയും CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. പള്ളുരുത്തി ധന്വന്തരി ഹാളിൽ ഡിവിഷൻ സെക്രട്ടറി IS. രമേശിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കൗൺസിലർ സോണിക്ക ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. ആ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കാൻ തന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ എന്ന നിലയിലാണ് സദാവ പ്രവർത്തനം ഏറ്റെടുത്ത് 36 വർഷക്കാലം ഇവിടെ കൊണ്ടുപോയത് എന്നുള്ളതാണ് വളരെ മാതൃകാപരമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് നമ്മുടെ നാട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ രക്ഷകർത്താക്കളോട് ചോദിച്ചാൽ പറയും, എൻ്റെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകൾ. അത് നമുക്ക് കിട്ടാതെ പോയാൽ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയാൽ തലങ്ങളിലൂടെ നമ്മുടെ മക്കൾ എത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളതാണ് നമ്മുടെ മലയാള നാടിന്റെ പ്രത്യേകത. ഏത് രക്ഷകർത്താക്കളോട് ചോദിച്ചാലും ഒരു പറയും. SSLC അവാർഡ് വിതരണം CPIM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, +2 അവാർഡ് വിതരണം CPIM ഏരിയ സെക്രട്ടറി PS രാജം എന്നിവർ നിർവഹിച്ചു. PC മണിയപ്പൻ, MK അഭി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി നിഷ ജോളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 500ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടന്നു. ഈ മാസം 20-ാം തീയതി ഒരു ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് വെച്ചിരിക്കുകയാണ്. മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയിലൂടെ കഴിഞ്ഞ 2 വർഷം മുൻപ് സോണിയുടെ തനതായിട്ട് ഡിവിഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ വീട് വെച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ മേഖലയിലും തന്റെ പ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ തനിക്കു ചുറ്റുമുള്ള തന്റെ സമൂഹത്തിലുള്ള അർഹരായ ആളുകൾക്ക് എന്താണോ ആവശ്യം അത് ഡിവിഷൻ കൗൺസിലർ ആകുന്നതിന് മുൻപ്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.